അങ്ങനെ 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആദ്യപടിയായ 1000 സബ്സ്ക്രൈബർ എന്ന മാജിക്കൽ പ്രതിഭാസം അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്നങ്ങനെ കഞ്ഞി വയ്ക്കാൻ പോവുകയാണ്. കഞ്ഞിയിൽ നമ്മൾ കാച്ചിനെന്ന് പറയും. മരിച്ചീനിയും നെടുവനും ചക്കയും ചക്കക്കുരുവൊക്കെ ഇട്ടൊരു സംഭവം ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടിരിക്കുക. ഇനി കണ്ടിരുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ പിന്നെ തുടങ്ങാൻ പോവുകയാണേ. അതിനായി കുറച്ച് നെടുവൻ കേങ്ങാണ് വെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ വെച്ചാണ് നമ്മൾ കാച്ചാൻ പോകുന്നത്. ഇതുപോലൊരു കേങ്ങ അങ്ങനെ ഞാൻ പണി തുടങ്ങിയിരിക്കുകയാണ്. തറയിലൊന്ന് പണി തുടങ്ങിയാൽ ഇടം വരും. കൊണ്ടിട്ട് കാണിക്കാതെ ഇതിനെ ഓരോന്നോരോന്നായിട്ട് ചെത്തി അതിൻ്റെ തോട് കളഞ്ഞ് അരിഞ്ഞെടുക്കാൻ കണക്കിനാക്കിയെടുക്കണം. വെയിലിൻ്റെ ചെറിയൊരു മങ്കൽ ഇതിനായി സക്സസ് ആയിട്ട് ഈ കേങ്ങകൾ എല്ലാം ചെത്തിപ്പറിച്ച് മുറിച്ചെടുക്കാൻ കണക്കിനാക്കണം. ആദ്യ പടിയായിട്ടുള്ള നെടുവനം ചെത്തി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതിനെ മുറിച്ചിട്ടും കൊണ്ട് മരത്തിനിലോട്ടും ചക്കയിലോട്ടൊക്കെ പോവാം. എല്ലാം കൂടി ഇതിലോട്ടിട്ട് പിടിക്കണം. ഇതിലോട്ട് കൈവി അങ്ങ് എടുക്കണം. നെടുവൻ പോരാത്തോണ്ട് ഒരു കഷ്ണം നൂലയും കൂടി അതിലോട്ട് ആടി എടുത്തിട്ടുണ്ട്. ഇത് ഉരച്ച് കഴിയണം. ഇത് കൈവി അതിനകത്ത് ഭയങ്കര വിഴുവ് കിട്ടാണ്. ഇപ്പം വേണ്ട, എന്തായാലും അതിനെക്കുറിച്ച് പറയാൻ പറ്റുമല്ല. ഞാനും നോക്കാം. അങ്ങനത്തെ പൊടിപാടുകൾ ഏതാവാൻ ഇന്ന് പുതിയൊരു രീതിക്കായിരിക്കണം ചെയ്യുന്നത്. ആദ്യം കണ്ടാലോ ഒന്ന് ഞെട്ടണം. തീർന്ന ഇല്ലല്ലോ, ഇല്ല മാത്രമേ ഉള്ളൂ. സംഭവം അറിയണം, കാണണം. നമ്മളിങ്ങനെ തൊലിക്കുകയാണ് എന്ന്. ഓ, ഇതിനകത്ത് നെടുവനും മരിച്ചിനിയും ചക്കക്കുരുവും ഇട്ടിട്ടുണ്ട്. ചക്ക അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 നനയും കൂടിയുണ്ട്, അതും കൂടിയുണ്ട്. എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം. ഇങ്ങനെ വർത്തിയാൽ പെട്ടെന്ന് പോവുള്ളൂ. ടിങ് 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 നൈസായേക. അയ്യോ, വലിയ പീസ്, അത്രയും വലിയ പീസിൻ്റെ ആവശ്യമില്ല. ഓക്കെ,
തേങ്ങാക്കൊലകൾ വാള് വെച്ച് അങ്ങനെ തേങ്ങ വെട്ടുകയാണ്. ചെറുതായിട്ടൊന്നും കിട്ടിയില്ല, പിന്നെ കിട്ടിയത് വെച്ചങ്ങ് വെട്ടി. ഇതെന്താടെ പൊട്ടാത്തത്? തേങ്ങ തന്നെ ഇത്. ആ വെട്ടേറ്റിട്ടുണ്ട്. ഇത് വെള്ളമില്ലെന്ന് തന്നെ. ഉണ്ടായിരുന്ന വെള്ളം കൂടി കളഞ്ഞു തന്നെ. അതിന് വേണ്ടി ഒരു തേങ്ങ എടുത്ത് അങ്ങനെ നൈസായിട്ട് ചിരണ്ടി ഇന്നാട് തേങ്ങ ഇടാൻ പോകുന്നത്. ഓ അപ്പോൾ നമ്മുടെ കഞ്ഞി അവസാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കാം. ഞാനൊന്ന് മൂട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇറക്കണം. ഈ തിളച്ച് മറിയുന്നു. ഇവിടെ ആക്കാം. ഓ മൈ ഗോഡ്, ഇവിടെ അടങ്ങിയിരിക്കുന്നില്ലല്ലോ. അകത്ത് പോയിട്ടാ ചിരട്ട എടുത്തുണ്ടെന്നാണ് 2 വാ, അതിൻ്റെ മണം ജീരകം ഇടാണ്ട് നല്ല മണം. അതിമനോഹരം, സൂപ്പർ ടേസ്റ്റ്. തിളച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞു വയ്യൂരെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ തിളക്കട്ടെ എന്നാൽ. ഇപ്പോൾ ഇറക്കി വെച്ചത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് തണുത്തിട്ട് എടുത്ത് കുടിച്ച് നോക്കാം. ഇപ്പോൾ കൊണ്ട് കയ്യോ കാലം ഇടുകയാണെങ്കിൽ നല്ല ഉരിഞ്ച് കയറും. കണ്ടായിരുന്നു തിളക്കിനെ. ചൂട് വെക്കാപ്പട്ട് മൺചട്ടിയാണ് സുഹൃത്തുക്കളെ, മൺചട്ടി. അങ്ങനെ എല്ലാം ആക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചൂടാറ്റിയിട്ട് കുടിച്ച് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. ചൂടാറ്റിയിട്ട് കുടിച്ച് നോക്കാം. അപ്പം അറിയാം അതിൻ്റെ തനിക്കണം. മൺചട്ടി ആയതുകൊണ്ട് കുറേ നേരം ഇന്ന് തിളയ്ക്കും. അപ്പോൾ അതുവരെ ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ മൂട്ടി പിടിക്കും. ഇതിലങ്ങനെ ഇട്ടിരിക്കുന്നത് ചക്കക്കുരു, നെടുവൻ ചക്കക്കുരു, ചക്ക, മരിച്ചീനി അങ്ങനെ തുടങ്ങിയ അൻസാരികളൊക്കെ ഇട്ടാണ് ഈ സാധനം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. കൊള്ളാം. ഞാൻ ഉച്ചയ്ക്ക് തുടങ്ങിയ പണിയാണ്, വൈകുന്നേരമായി. ഞാൻ ചൂടാറാൻ വെച്ചിട്ട് ആറുന്നത് വരെ നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇപ്പോഴും അറിയാം. മൊത്തത്തിൽ കാണിച്ചു, എന്നെ കണ്ടു.
ചൂടാവാറാവാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് അടുത്ത് വാ. ഞാൻ ഇതിലോട്ട് കഞ്ഞി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു പാളയും വെട്ടി പാളയിലോട്ട് കഞ്ഞി ഞാൻ പകർത്തിട്ടുണ്ട്. ഒരു കറുത്ത കളറ്, അത് നെടുവൻ്റെ കളറാണ്. ഇതായിരുന്നു മഞ്ഞ ഇരിക്കേണ്ടതാണ്. ഞാൻ മഞ്ഞ ഇട്ടു എങ്കിലും കറുത്തൊരു കളറാണ് ഇതിലേക്ക് ആയിരിക്കുന്നത്. കൊള്ളാം, നല്ല പേര്. ഇല്ല, കഷ്ണം നെടുവൻ മാത്രമേ കഷ്ണം പീസായിട്ടുള്ളൂ, ബാക്കിയൊക്കെ കുറഞ്ഞു പോയി. ആ നല്ല ചൂട്. നല്ല ചൂടാണ്. കൊള്ളാം, സാധനം. ഇനിയിപ്പോൾ ചൂടാറ്റി കുടിച്ചിട്ട് കാണാം. ഇതങ്ങോട്ടൊക്കെ നിർത്തിയാണ്. ചൂടാക്കട്ടെ, ചൂടാറ്റിട്ട് കുടിച്ചിട്ട് ബാക്കി പറയാം.